സ്റ്റാർട്ട് ചെയ്യണം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ അറിയിക്കാം. ഫസ്റ്റ് 7 സെഗ്മെന്റ് ചെയ്യാം. ഇതിനകത്ത് ഇതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായാലും ഇതിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 7 സെഗ്മെന്റ് ഇതാണ് 7 സെഗ്മെന്റിന്റെ പ്രോട്ടീസിൽ വരുന്ന ഡിസ്പ്ലേ. സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു 7 സെഗ്മെന്റ് ഉണ്ടാവും. അത് കോമൺ ആനോഡോ കോമൺ കാഥോഡോ യൂസ് ചെയ്യാം. പിന്നെ അത് ഏതെങ്കിലും ഒരു പോർട്ടിനായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ തൽക്കാലം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള പോർട്ട് ഡി ആണ്. D0 to ഇതിനകത്ത് 7 പിന്നുള്ളത്. ചില കേസിൽ 8 പിന്നിൽ ഡോട്ടും കാണാം. അപ്പൊ തൽക്കാലം ഇപ്പൊ ചെയ്യുന്നത് ഇതിനകത്ത് 7 സെഗ്മെന്റ് ആണ്. അപ്പൊ ABCDEFG അങ്ങനെ 7 സെഗ്മെന്റ് ആണ്. ആ 7 സെഗ്മെന്റ് കണക്ഷൻ രജിസ്റ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ കോമൺ ആനോഡ് ആയതുകൊണ്ട് ഇവിടെ VCC കൊടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ കണക്ഷൻ. അപ്പൊ ഇത് ജസ്റ്റ് എടുത്ത എന്തിനാ വെച്ചാൽ ഇത് പോർട്ട് ഡിയിലാണ് കണക്ട് ചെയ്തത്. അപ്പൊ പോർട്ട് ഡി എന്താണ്? ഔട്ട്പുട്ട് ആണ്. പോർട്ട് ഡി ഔട്ട്പുട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്ത ഈ ഒരു സ്റ്റെപ്പ്. പോർട്ട് ഡി ഔട്ട്പുട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് 0 to 9 ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ 1 2 3 4 5 6 9 വീണ്ടും 0 1 2 3. അപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ എഴുതുന്നത്. ഈ സെഗ്മെന്റിൽ സിംഗിൾ ഡിജിറ്റ് ആണ്. സിംഗിൾ ഡിജിറ്റിനെ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ഓരോ നമ്പറും ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ഡിലേ വേണം. അതിനാണ് ഇപ്പൊ ഇതിനകത്ത് ഡിലേ ഹെഡർ ഫയൽ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ആ 7 സെഗ്മെന്റ് കണ്ടു. ഇപ്പൊ ഈ 2 സ്ലാഷ് ഒന്ന് റിമാർക്ക് ചെയ്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ 7 സെഗ്മെന്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട് ഡീനെ ഔട്ട്പുട്ട് ആക്കുക ചെയ്യുന്നത്. ഔട്ട്പുട്ടായി സെറ്റ് ചെയ്തു ഫോർ കണക്റ്റിംഗ് 7 സെഗ്മെന്റ്. ജസ്റ്റ് ഞാൻ ഷോർട്ടാക്കി ചെയ്തുന്നുള്ളൂ. ഇനി ഇതിനകത്ത് അറിയേണ്ട ഒരു എക്സ്ട്രാ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ 0 ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് 0 ഇത് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ 0 ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആ സെഗ്മെന്റ് ആ LED ഓൺ ആക്കണം. കറസ്പോണ്ടിങ് LED ഓൺ ആക്കണം. അതിപ്പോ ഞാനിവിടെ ജസ്റ്റ് കംപ്ലീറ്റ് ഓരോന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ ജസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ നെറ്റിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കാന്നുണ്ടെങ്കിൽ 7 സെഗ്മെന്റ് ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ഒന്നും എടുക്കാം. ഇതിനകത്ത് കുറെ ഉണ്ട്. തൽക്കാലം ഞാൻ ഒന്നുകൂടെ എടുക്കാം. നോക്കട്ടെ ഇതിനകത്ത് ഉണ്ടോ. ഇതാണ് ഓരോ ഡിസ്പ്ലേ. ഇതിനകത്ത് കോമൺ ആനോഡ് കോമൺ ഞാൻ ഉപയോഗിച്ച് കോമൺ ആനോഡാണ്. അപ്പൊ കോമൺ ആനോഡ് ആകുമ്പോൾ 0 നമ്മൾ എനേബിൾ ചെയ്യാം. ഇതിനകത്ത് കോമൺ 0 കോമൺ ആനോഡ് ഉണ്ടാവും. നോക്കട്ടെ, ഞാൻ വെച്ച് പറയാം. ഇതിന്റെ സെഗ്മെന്റിന്റെ വാല്യൂ ഇങ്ങനെ വരും കേട്ടോ. ABCDEFG ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിനകത്ത് 0 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ABCDEF ഇത്രയും സെഗ്മെന്റ് LED ഓൺ ആവണം. അപ്പൊ അത്രയും LED ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് 1 കൊടുക്കണോ 0 കൊടുക്കണോ എന്നുള്ളത് ഇറ്റ് വിൽ ഡിപെൻഡ് അപ്പോൺ ദ
ടൈപ്പ് ഓഫ് ദി 7 സെഗ്മെന്റ് യൂസ്ഡ്, കോമൺ ആനോഡ് ഓർ കോമൺ കാഥോഡ്. അപ്പൊ കോമൺ ആനോഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ VCG കൊടുത്തു. അപ്പൊ ഇതിനകത്തൊക്കെ 0 കൊടുക്കണം, ഇതിനകത്തൊക്കെ 0 കൊടുക്കണം. ഓൺലി ജിയിൽ മാത്രം 1 കൊടുക്കുന്നുണ്ട്, ജിയിൽ മാത്രം. അപ്പൊ ഇത് എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 ഇത് 7 സെഗ്മെന്റ് ആണ്. നമ്മളെ ഡാറ്റ വരുന്നത് 8 ബിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 0 ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് സി, ഇവിടെ പ്രോഗ്രാം നോക്കിയാൽ കാണാം C0 എന്നാണ് കൊടുത്തിട്ടുള്ളത്, C0 എന്ന്. അപ്പൊ C0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? C0 എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ എഴുതാന്നുണ്ടെങ്കിൽ 1 1 0 0 0 0 0 0 0 0 ഉള്ളൂ. അപ്പൊ ഇത് ഈ ഫസ്റ്റത്തെ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എനെയാണ്. ഇത് എ എന്ന് പറയുന്ന സെഗ്മെന്റിനെയാണ് മീൻ ചെയ്യുന്നത്, എ. അപ്പൊ എ എന്ത് ചെയ്തു? ഓണായി. കോമൺ ആനോഡ് ആണെങ്കിലാണ്, കോമൺ കാഥോഡ് ആണെങ്കിൽ ഇതിലെ നേരെ റിവേഴ്സ് വരും. ഇനി ഈ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന സെഗ്മെന്റിനെയാണ്, ബി എന്ന് പറയുന്ന സെഗ്മെന്റിനെയാണ്. സിമിലർലി സി, ഡി വരും, ഇ വരും, എഫ് വരും. ആണ് ജിനെ ഞാൻ 1 ആക്കിയിട്ടുണ്ട്. അപ്പൊ ജി ഓഫ് ആയി എടുക്കണം, ജി ഓഫ് ആയി എടുക്കണം. പിന്നെ ഈ 1ന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പൊ ഈ കേസിൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, കാരണം ഞാൻ ജസ്റ്റ് ആണ് 1 കൊടുത്തു എന്നുള്ളൂ. ഇനി 0 ആണെങ്കിൽ 0 ആക്കാം. ഈ 1ന് ഇമ്പോർട്ടൻസ് ഇല്ല, ഇത് ഡോൺ കെയർ ആണ് ഈ കേസിൽ. കാരണം ആ ഇതിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല, ഇത് ഡോൺ കെയർ ആണ്. ഡോൺ കെയർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് ഐദർ 1 or 0. ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ ഔട്ട്പുട്ട് ഓഫ് യുവർ പ്രോഗ്രാം. അപ്പൊ ഞാൻ തൽക്കാലം 1 യൂസ് ചെയ്തു, അത് കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഡിസ്പ്ലേ ചെയ്യുക? 0 എന്ന് ഡിസ്പ്ലേ ചെയ്യും, 0 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഫോർ 9 ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ, 9 ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ അപ്പൊ 9 ഡിസ്പ്ലേ ആണെങ്കിൽ എന്തെങ്കിലും വരും? ഇതിനകത്ത് എഫ് 9 വേണ്ട, ഒന്ന് എളുപ്പമുള്ള എടുക്കാം. 1 ഡിസ്പ്ലേ ആണോ? അപ്പൊ ബിയും സിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ബിയും സിയും 0 ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ 1 ആയിരിക്കും. അപ്പൊ ബിയും 0യും 1 ആകുമ്പോൾ ആ ഡിജിറ്റ് എന്തായിരിക്കും വരും? അപ്പൊ ഞാൻ പറഞ്ഞ ഡിജിറ്റ് 1 ആണ്. ബിയും സിയും 0 ആയിരിക്കും, ബാക്കിയൊക്കെ. അപ്പൊ F9 ആണ് അവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ F9 ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. 1 1 1 1 1 0 0 1. ഇപ്പൊ നോക്കിയാൽ അറിയാലോ, ബിയും സിയും അല്ലേ 0 വേണ്ടത്? ബിയും സിയും 0, ബിയും സിയും 0. അപ്പൊ ഈ ഒരു സീക്വൻസ് നിങ്ങൾ ആ 7 സെഗ്മെന്റ് വരച്ചിട്ട് അതിന്റെ ടേബിൾ റഫ് റെക്കോർഡിൽ വരുമ്പോൾ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾക്ക് ആ ടേബിളിനകത്ത് ഇങ്ങനത്തെ ഈ ടേബിൾ കിട്ടും. C0 അടുത്ത റഫ് റെക്കോർഡ് ചെയ്താനുള്ളതാണ്. റഫ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ആ 7 സെഗ്മെന്റ് എന്നുള്ള ഡിസ്പ്ലേ കാണിക്കുക. അതിന്റെ താഴെ ടേബിൾ വരച്ചിട്ട് 0 1 2 3 up to 9 അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ ഹെക്സ് വാല്യൂ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഓർഡറിൽ എഴുതാന്നുണ്ടെങ്കിൽ ഈ ഓർഡറിൽ കിട്ടും, ഓർഡറിൽ കിട്ടും. ഇത് അതിന്റെ ഹെക്സ് വാല്യൂ ആണ്. ഇത് ഒരു അര ഡിക്ലെയർ ചെയ്തിട്ട് സീലുള്ളതാണ്. തൽക്കാലം മറന്നുപോയവരും ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുക. ഒരു അര എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ അരയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു, ആദ്യം തന്നെ സ്റ്റോർ ചെയ്തു. ഇനി ഇതിനകത്തൊരു വൈൽ ലൂപ്പ് ഈ വൈൽ ലൂപ്പ് എഴുതിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഫോർ ലൂപ്പ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് എഴുതുക. I0 I<10 I എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോർട്ട് ഡിയിൽ അരേ ഓഫ് I എന്ന് പറയുമ്പോൾ ഐന്റെ ഫസ്റ്റ് വാല്യൂ 0 ആണ്. 0 ആണ് സമയത്ത് എന്ത് ചെയ്യും? ഈ C0 എന്നുള്ള വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പോർട്ട് ഡിയിലെത്തി. ആ പോർട്ട് ഡിക്ക് കറസ്പോണ്ടിങ് 7 സെഗ്മെന്റ് കണക്ട് ചെയ്തത് കൊണ്ട് അതങ്ങ് ഡിസ്പ്ലേ ചെയ്യും, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് അതിന് കിട്ടും. പിന്നെ ഒരു ഡിലേ കൊടുത്തു, അതിന്റെ അടുത്ത ഡിജിറ്റ്. അപ്പൊ I2 ഇപ്പോ ഫസ്റ്റ് I0 എന്ന് പറഞ്ഞാൽ ഇത് എടുക്കും, I1 എന്ന് പറഞ്ഞാൽ ഇത് എടുക്കും. അങ്ങനെ I9 എത്തുമ്പോൾ ഇതിന് കംപ്ലീറ്റ് ആവും. അപ്പൊ ലെസ് ദാൻ 10 എന്നാണ് കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 0 1 2 3 4 5 6 9 വരെ പോകും. വീണ്ടും ലൂപ്പിൽ നിന്ന് പുറത്തായിട്ട് വീണ്ടും എന്ത് ചെയ്യും? I0 എന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ 0 1 2 3 4 എന്ന് ഇവിടെ വരുന്നതിനനുസരിച്ചിട്ട് ആ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടുന്ന് ലോഡ് ചെയ്യുന്നത് കൊണ്ട് യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഡിജിറ്റ് ഇൻ ദ
ഓൺ ദി 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഡിലേ മാറ്റുന്നതനുസരിച്ച് ആ ഡിലേയിൽ മാറ്റം കാണും. ഇതാണ് ഇതിന്റെ പ്രോഗ്രാം. ഇത് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പ് കൗണ്ടറോ ഡൗൺ കൗണ്ടറോ അങ്ങനെ എന്താ സൗകര്യം പോലൊക്കെ ചെയ്തോ. 2 ഡിജിറ്റ് വേണമെങ്കിൽ 2 ഡിജിറ്റിന്റെ സെറ്റപ്പ് വേറെ തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീസ് നെറ്റിൽ നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ. തൽക്കാലം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഇത്രയും പ്രോഗ്രാം പാർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രോഗ്രാം പാർട്ടിൽ? പ്രോഗ്രാം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കമന്റ്സ് 2 രൂപത്തിൽ ചെയ്താൽ ഇങ്ങനെ സ്ലാഷ് ഇട്ട് ചെയ്താൽ ഇങ്ങനെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എൻഡിങ് കാണിക്കണ്ട. അത് സിംഗിൾ ലൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വെച്ചാൽ മൾട്ടി ലൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. മൾട്ടി ലൈനും സിംഗിൾ ലൈനും യൂസ് ചെയ്യുക. എവിടെ തുടങ്ങിയോ അത് ഇതിന്റെ അവസാനം ഇങ്ങനെ കൊടുക്കണം. Any doubt in the program section, please ask. പ്രോഗ്രാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പ്രോട്ടീസ് പറയാം. പ്രോട്ടീസിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലോഡ് ചെയ്യേണ്ടത് Atmega 32 ലോഡ് ചെയ്യണം. അതറിയാലോ, അത് നമുക്ക് കണ്ടാവും ചെയ്യുന്നില്ല. പിന്നെ 7 സെഗ് പിക്ക് ഇതിനകത്ത് ഓൾറെഡി ഞാൻ ലോഡ് ചെയ്താണെന്നല്ലോ. 7 സെഗ് എന്നടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ അങ്ങോട്ട് വരും. ഇതിനകത്ത് സെഗ്മെന്റ് പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഞാൻ ബ്ലൂല് കണ്ട കോമൺ ആനോഡ്, CA, കോമൺ ആനോഡ്, കോമൺ കാഥോഡ്. അപ്പൊ ശ്രദ്ധിക്കണം, ആനോടാണോ കാഥോടാണോ വെക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനകത്ത് നിന്ന് ഏകദേശം വേണ്ടതെന്ന് ലോഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് കമ്പോണൻസ് ആയിട്ട് വരുന്നത് Atmega 32. ഞാൻ 2 ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും മതി, ഞാൻ വെറുതെ ലോഡ് ചെയ്ത് വെച്ചെന്നുള്ളൂ. Atmega 32 വരും, പിന്നെ റെസിസ്റ്റർ വരും, ആൻഡ് ഓൾസോ 7 സെഗ്മെന്റ് ഇത് വരും, ഡിസ്പ്ലേ വരും. ഗ്രൗണ്ടിന് ആവശ്യമില്ല, അത് അറിയാൻ എന്താ വെച്ചു പോലായി അങ്ങനെ വരും. സാധാരണ ചെയ്ത മാതിരി പ്രോഗ്രാം ലോഡ് ചെയ്യുക. ഇവിടെ VCC കൊടുക്കണം. ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് കോമണാനോടല്ലേ, ഇത് ഫ്രഷ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ VCC കൊടുത്തത്. VCC കൊടുത്തു. പിന്നെ ഇത് അതിന്റെ ഓർഡർ തന്നെ കൊടുക്കണേ. ഈ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേന്റെ ഓർഡറൊക്കെ തെറ്റിപ്പോകും. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ ഒരു ഓർഡറിൽ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റർ വെച്ചിട്ട് കൊടുക്കുക. റെസ്റ്റർ വെച്ചില്ലെങ്കിലും ഔട്ട്പുട്ട് കിട്ടും. നല്ല അതിന്റെ ആ ഒരു കോമൺ സ്ട്രക്ചറിലോട്ട് വരിക. ഇത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്നൊക്കെ കാണിക്കണോ? ആരൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. കണക്ട് ചെയ്യുന്നൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇതിങ്ങനെ ഓരോ വയർ എടുത്ത് കണക്ട് ചെയ്യുന്ന കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ച് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെഗ്മെന്റിന്റെ സിംഗിൾ വീഡിയോ ഇടുമ്പോൾ കാണിക്കുക. കാരണം വീട്ടിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ചെയ്തു. ഞാൻ ഇതിനകത്ത് കുറെ പ്രോഗ്രാം ഏതാന്ന് നോക്കട്ടെ. അതിനകത്ത് നേരത്തെ ചെയ്താൽ മതി. AVRന്റെ പ്രോഗ്രാം ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചായിരിക്കും, അതൊന്നുകൂടി ചെയ്യാം. ബിൽഡ് ചെയ്യാം. എറർ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. എററില്ല. ഇത് 7 സെഗ്മെന്റ് 1 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഡബിൾ ബുക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് വേറെ കുറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 7 സെഗ്മെന്റ് 1 തന്നെയാണ്. ഓപ്പൺ ചെയ്യുള്ളൂ. ഔട്ട്പുട്ട് ഒരു പ്രാവശ്യം കണ്ടതാണ്. അത് പ്ലേ ചെയ്യാം. അതിനകത്ത് ലോജിക്കൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അപ്പ് കൗണ്ടർ ഡൗൺ കൗണ്ടർ ഒക്കെ കിട്ടും. ഇതിലൊന്നും ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്യാനുള്ള ഓക്കെ അല്ലേ. ഇനി ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഇതിന്റെ റഫ് റെക്കോർഡും ഇതിന്റെ ഒരു പ്രൊസീജിയർ പോലെ, അത് റഫ് റെക്കോർഡുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് ഫെയർ റെക്കോർഡിലുള്ളത്. തൽക്കാലം ഇതിന്റെ ഒന്ന് ജസ്റ്റ് പറയാം. ഇംപ്ലിമെന്റ് 1 ഡിജിറ്റ് ഡെസിമൽ കൗണ്ടർ എയിം 0 to 9 on a single digit 7 segment display. Components required. ഇതിന്റെ Atmega 32 മൈക്രോ കൺട്രോളർ എന്ന് എഴുതുക.
മൈക്രോ കൺട്രോളർ, റെസിസ്റ്റർ, പിന്നെ 7 സെഗ്മെന്റ്, അങ്ങനെ എന്തൊക്കെ കമ്പോണൻസ് നിങ്ങൾ ആ പ്രോട്ടീൻസിൽ ലോഡ് ചെയ്തു അതൊക്കെ എഴുതി വെക്കുക. പിന്നെ പ്രൊസീജിയർ ചെയ്താ അടുത്ത ലാബിൽ ചൊവ്വാഴ്ച ഫസ്റ്റ് ബാച്ച് വരും. ചൊവ്വാഴ്ച മുതൽ ആ സൈക്കിൾ 2 സ്റ്റാർട്ട് ചെയ്യും. ആ ബാച്ച് റഫ് റെക്കോർഡ് ഈ സ്റ്റൈലിൽ തന്നെ എഴുതിയിട്ട് വരണം, നല്ല ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പ്രൊസീജിയർ ഓപ്പൺ അഡ്മിൻ സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ, ഇതിന് ABCD 1 2 3 ഒരു നമ്പറിങ് കൊടുക്കുക. എന്നുള്ളൊരു നമ്പർ 1 2 3 ABCD എന്തെങ്കിലും കുഴപ്പമില്ല, ഒരു നമ്പറിങ് ഇട്ട് കൊടുക്കുക. ഓപ്പൺ അഡ്മിൻ സ്റ്റുഡിയോ 6 ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ്. ഇതിപ്പോ ജസ്റ്റ് 1 2 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ജസ്റ്റ് എല്ലാവർക്കും സെയിം ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആ ചെയ്യുന്ന സ്റ്റെപ്പ് അത്ര ഉദ്ദേശിച്ചുള്ളൂ. റൈറ്റ് എംബഡ് സി പ്രോഗ്രാം, ബിൽഡ് ദ പ്രോഗ്രാം. കഴിഞ്ഞ ആഴ്ചത്തെ മാതിരി തന്നെയാണോ ഈ പ്രാവശ്യം ലാബിൽ ചെയ്യുന്നതോ റഫ് റെക്കോർഡോ? ബാച്ച് ടൈമൊക്കെ അത് പിന്നെ ചൊവ്വാഴ്ച അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ ചൊവ്വാഴ്ച. ഞങ്ങൾക്ക് തിങ്കളാഴ്ച തുടങ്ങി. അല്ല, ഇനിയിപ്പോ ഈ ഇതിന്റെ ഈസിന്റെ ഒരു ബാച്ച് കൂടി ബാക്കി. ഈസി അല്ല, ഈസിന്റെ ഒരു ബാച്ച് കൂടി ഇതില്ലേ, ബാക്കിയില്ലേ? നാളെ ഉണ്ട്. അപ്പൊ നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് ശനിയാഴ്ച കിട്ടാത്തതുകൊണ്ട്. അപ്പൊ ചൊവ്വാഴ്ച മുതൽ ചിലപ്പം ബാച്ച് രാവിലെയുള്ള ഉച്ചക്കേഷമുള്ള രാവിലെ ആക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ അറിയിക്കും. ആ ബാച്ചിനുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ അത് പ്രകാരം പിന്നെ ഈ ജസ്റ്റ് സ്റ്റെപ്പുകളൊന്നും എഴുതുക. ഞാൻ ഈ ഡോട്ടൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഡ്രോ ലേഔട്ട്, അപ്ലോഡ് ദ പ്രോഗ്രാം ഫയൽസ്, റൺ ദ സിമുലേഷൻ, ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. പിന്നെ പ്രോഗ്രാം എഴുതുക. ഇവിടെ നിങ്ങൾ ഈ പ്രോഗ്രാം, അതായത് ഇവിടെ എഴുതിയ ഈ പ്രോട്ടീൻസിൽ എഴുതിയ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് പ്രോഗ്രാം ചെയ്തുക. പിന്നെ റിസൾട്ട് ചെയ്താൽ അതേപോലെ എംബഡ് സി പ്രോഗ്രാം ഈസ് റിട്ടേൺ ബൈ യൂസിങ് ആ സോഫ്റ്റ്വെയർ പേര് ചെയ്താൽ അതിന്റെ വെരിഫൈ ദ റിസൾട്ട് ബൈ യൂസിങ് ആ സിമുലേഷൻ സോഫ്റ്റ്വെയറിന്റെ സോഫ്റ്റ്വെയർ ചെയ്താൽ ഇത്രയും വരും. ഇത്രയും എഴുതണം. അത് കൂടാണ്ട് ഈ ഡയഗ്രാം വരച്ചിട്ട് വരണം. ഇത് എവിടുന്ന കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചുതരാം. ഈ ഡയഗ്രാം നിങ്ങൾ വരക്കണം. പിന്നോട്ടൊന്നും കംപ്ലീറ്റ് തൽക്കാലം കാണിക്കണം. അതിനകത്ത് മൈക്രോ കൺട്രോൾ ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന പിന്ന് മാത്രം കാണിക്കുക. പിന്നെ 7 സെഗ്മെന്റിന്റെ കേസിൽ ആ ABCD ആ ക്രിയേറ്റ് ചെയ്ത അതുകൂടി കാണിക്കണം. സെവൻ സെഗ്മെന്റിന്റെ കേസിൽ ഇപ്പൊ ഇതിന് സപ്പോർട്ടീവ് ആയിട്ട് ഇതല്ല, അതിന്റെ സപ്പോർട്ടീവ് ആയിട്ടൊരു ഇത് വേണം. സപ്പോർട്ടീവ് ആയിട്ടുള്ള അതുകൂടി അതിനകത്ത് എഴുതിയിട്ട് വേണം വരാൻ. പക്ഷെ വായിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് ഇത് എഴുതാണ്ടാവും. അപ്പൊ ഈ ഒരു രൂപത്തിൽ ആയിരിക്കണം ഇനിയുള്ള റഫ് റെക്കോർഡ്. മറ്റേ ഫെയർ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. ഈ രൂപത്തിലായിരിക്കണം അടുത്ത ചൊവ്വാഴ്ച വരുന്ന റഫ് റെക്കോർഡ് ചെയ്തിട്ട് വരാൻ. ഫിഗറും ഡ്രോയും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ ചെയ്താൽ മറ്റേ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് വരാം. കുറച്ചുകൂടി കൂടുതൽ എഴുതാണ്ടാവും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആ രൂപത്തിൽ എഴുതിയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് 7 സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി അതിനകത്ത് റിലേ നോക്കാം. റിലേ ഇതിനകത്ത് ഇല്ലേ? റിലേന്റെ ഇതുകൂടി ലോഡ് ചെയ്ത് രണ്ടുകൂടി ഇങ്ങനെ ഇത് പറഞ്ഞ മായി പറയാം. റിലേന്റെ ഇല്ല, റിലേന്റെ കേസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കാണുന്നില്ലേ? വർക്ക് ചെയ്യാം. ഇത് ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഒരു കീ ഓൺ ആക്കുന്ന സമയത്ത് റിലേ ആക്ടിവേറ്റ് ആക്കിയിട്ട് ഒരു ബൾബ് ഗ്ലോ ചെയ്യാൻ ചെയ്യുന്നത്.
ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് കീ കൺട്രോൾഡ് ആണ്. കീ കൺട്രോൾ ചെയ്ത് ഇവിടെ കുറെ റെഡ് കാണുന്നത് ഇപ്പൊ മൈൻഡ് ചെയ്യണം, അതിനകത്ത് എക്സ്ട്രാ എഴുതി പോയതാണ്, അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ കീനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡിലേ വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് AC പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാനൊരു 12 വോൾട്ടിന്റെ ഒരു ബൾബ് എടുത്തിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 12 വോൾട്ട് ബൾബ് കണക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് കീ PB0 കണക്ട് ചെയ്തിട്ടുണ്ട്. PB0 കീ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ബട്ടൺ റെസിസ്റ്റർ PB0. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് PC0 ആണ്. ബാക്കിയുള്ള പിന്നെ ഇപ്പൊ തൽക്കാലം മൈൻഡ് ചെയ്യണം, ഞാൻ ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരു റിലേ ഡ്രൈവർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ULN 2803. ULN 2803 ഒരു റിലേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു റിലേ അല്ല, കുറെ റിലേ കണക്ട് ചെയ്യാം. തൽക്കാലം ഒന്ന് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ റിലേന്റെ കണക്ഷൻ ഒക്കെ പറഞ്ഞുതരാം. റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് PC0 ആണ് ഔട്ട്പുട്ടിൽ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. റിലേന്റെ കണക്ഷൻ ഒട്ടാൻ വരാം. ഒരു ബൾബ്, ഒരു സൈൻ വേവിന്റെ പവർ സപ്ലൈ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ പ്രോഗ്രാമിൽ വന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഗ്രാം സത്യം പറഞ്ഞാല് നമ്മൾ ഒരു DC മോട്ടോർ കൺട്രോൾ ചെയ്തില്ല, അത്രേ ഉള്ളൂ. DC മോട്ടോർ അല്ലെങ്കിൽ LED കീ കൺട്രോൾ LED ചെയ്ത് അത്രേ ഉള്ളൂ. അല്ല അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ബാക്കിയെല്ലാം ഹാർഡ്വെയർ പാർട്ടിലാണ് എടുക്കുന്നത്. ഹാർഡ്വെയർ പാർട്ടിലാണ്. അപ്പൊ ഇതിനകത്ത് PB0 കീ കണക്ട് ചെയ്യണമല്ലോ. PB0 കീ, അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡൊക്കെ വെച്ചിട്ടുള്ള ബിറ്റ് വൈസ് വെച്ചിട്ടുള്ള 0. ഈ 0 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആക്കി കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻപുട്ട് ആയി PB0 കീ ഇൻപുട്ട് കോൺഫിഗറേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ റിലേ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലോ. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസ് ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PC0 ഔട്ട്പുട്ട് റിലേക്ക് വേണ്ടിയിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽ ലൂപ്പ്. എന്നിട്ട് ഈ പിൻ ബി ആ കീന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് പോർട്ട് സിയിൽ അതിനെ ഓണാക്കി, ഈഫിന്റെ ഒരു ഭാഗത്ത് ഓണാക്കി മറ്റേ ഭാഗത്ത് ഓഫാക്കി. ഓണാക്കാൻ വേണ്ടി ഓർ ഇട്ടിട്ട് 1 എഴുതി, ഓഫ് ആക്കാൻ വേണ്ടി 0 ഇട്ടിട്ട് ഓഫാക്കുകയും ചെയ്തു. ആൻഡ് ചെയ്തിട്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ. അതതിന്റെ അപ്പുറത്തേക്കൊന്നും അതിനകത്തില്ല. റിലേ ബിൽഡ് ചെയ്തു. ഇതിനകത്ത് ആ പ്രോഗ്രാം ഇതല്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പ്രോഗ്രാം അത് DC മോട്ടറിന്റെ പ്രോഗ്രാം വെച്ച് ചെയ്തോണ്ടല്ലോ. പറഞ്ഞുതരാം, അത് കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുതരാം. സ്ലാബില് റിലേ 1 ഡീബഗിൽ ബിൽഡ് ചെയ്തില്ല. DC മോട്ടോർ 1 പ്രോഗ്രാമിലൊക്കെ എടുക്കുന്നല്ലേ, അതാണ് സംഭവം. ഡെസ്ക്ടോപ്പില് റിലേ 1 ഡീബഗില് ഇവിടെ ഓൾറെഡി പേര് എടുക്കുന്നുണ്ടല്ലോ, സ്റ്റാർ. ഫയല് ക്രിയേറ്റ് ആയിട്ടില്ലല്ലോ, ഇവിടെ പേര് അറിഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. തൽക്കാലം എളുപ്പപ്പണി എന്തെങ്കിലും ചെയ്യാം. കോപ്പി ചെയ്തു,
കൺട്രോൾ സി, ഫയൽ എടുത്തു, ന്യൂ പ്രോജക്റ്റ് എടുത്തു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ പോവാം. എളുപ്പപ്പണി ചെയ്യാം നമുക്ക്. വേറൊരു പേരിൽ സേവ് ചെയ്യാം. റിലേറ്റ് ടു. ഓക്കെ. മെഗാ 32. കോപ്പി ചെയ്ത് കൺട്രോൾ സി, കൺട്രോൾ വി. ആ പ്രോഗ്രാം അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഫയല് സേവ് ചെയ്തു, ബിൽഡ് ചെയ്തു. ഒരു എറർ ഉണ്ടല്ലോ, ബ്രേസിന്റെ പ്രോബ്ലം അല്ലേ. ഒരു വൈലിന്റെ മാത്രമേ ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, മെയിൻ്റെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഫയല് ബിൽഡ് ചെയ്തു, എററില്ല. ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് ഡെസ്ക്ടോപ്പിൽ ES ലാബിൽ റിലേറ്റ് ടു ഡിബഗിൽ എക്സ്ഫയൽ. എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്നുള്ള അതിന്റെ ഇതിപ്പോ ഞാൻ പോകുന്നില്ല, കാരണം സമയം ഒരുപാട് പോകും. അതിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താ മിസ്റ്റേക്ക് എന്നുള്ള മനസ്സിലാവുള്ളൂ. ഓക്കെ അടിച്ചു, റൺ ചെയ്ത് നോക്കാം. ഓൾറെഡി കീ കണ്ടടാ. ഒന്ന് സൈസ് ചെറുതാക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോ ക്ലോസ് ചെയ്യുമ്പോൾ ഓഫ് ആവും, ഇങ്ങനെ വരും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. കൺട്രോൾ എക്സ്, കൺട്രോൾ വി. അന്ന് ചെയ്ത ആ പ്രോഗ്രാം ആണത്, അത് കോപ്പി ചെയ്താ. കൺട്രോൾ എക്സ്, കൺട്രോൾ വി. സേവ് ചെയ്തു, ബിൽഡ് ചെയ്യാം. ഉണ്ടോ? ഇപ്പൊ കീ കണക്ട് ചെയ്തപ്പോ അന്ന് ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് കിട്ടിയിരുന്നില്ല. അന്ന് അവിടുത്തെ എക്സ്ഫയലിന്റെ പ്രശ്നമായിരുന്നു. ജസ്റ്റ് അങ്ങോട്ടോട്ട് മാറ്റിയാൽ മതി. അതായത് ഇതിനകത്ത് ആദ്യത്തെ ഓഫാക്കി പിന്നെ ഓണാക്കി അങ്ങോട്ട് മാറ്റിയിട്ടു, അത്രേ ഉള്ളൂ. ആ ലോജിക്കിനനുസരിച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റിലേ കണക്ട് ചെയ്തിട്ട് ആ വർക്ക് ചെയ്യും. അതിനകത്ത് വർക്ക് ചെയ്യും. പിന്നെ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഒഴിവാൻ ചെയ്യും. അപ്പൊ ഈ ഒരു ഡയഗ്രാം അതിനകത്ത് വരച്ചിട്ട് വേണം അടുത്ത റെഫർ കോൾ. ഇതിന്റെ കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. കണക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫയല് ന്യൂ എന്തൊക്കെ വേണ്ടി വരിക കമ്പോണൻസ്? ഒന്ന് അറ്റ്മെഗ 32 വേണ്ടി വരും. ഈ കമ്പോണൻസ് ഒക്കെ റെഫർ കോൾ എഴുതിയിട്ട് ആ പറഞ്ഞതിൽ എഴുതിയിട്ട് വരണം. 7 സെഗ്മെന്റ് പറഞ്ഞ അതേമാതിരി. അറ്റ്മെഗ 32 വേണം. റെസിസ്റ്റർ വേണം. പിന്നെ കീൻ്റെത് ബട്ടൺ വേണം. സിമ്പിൾ ബട്ടൺ വേണം. പിന്നെന്തൊക്കെ വേണ്ടത്? വന്നില്ല, ബട്ടൺ വന്നില്ല. ഓക്കെ. പിന്നെ റിലേ വേണം. റിലേ ഇതിനകത്ത് റിലേസ് ആൻഡ് സ്വിച്ചസ് പോയാൽ അതിൻ്റെ അത് കാണാൻ നമ്മളിവിടെ സെലക്ട് വെച്ച് കാണാം. റിലേ ഇതിനകത്ത് എടിയിൽ എവിടെ സെലക്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാം നമ്മളിവിടെ. ഇതാണ് ഈ സാധനമാണത്. റിലേ വേണം. പിന്നെ വേണ്ടത് റിലേനെ സപ്പോർട്ട് ചെയ്തൊരു ULN 2803. ULN അത് വെറും BC 547 വെച്ചാ പോരെ? ട്രാൻസ്ഫർ വെച്ചിട്ടോ
ട്രാൻസ്ഫർ വെക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അതിന്റെ കളക്ടറിൽ കണക്ട് ചെയ്ത് ചെയ്യാം. ആ മ്യൂട്ട് ചെയ്ത് ഇതിനകത്ത് ആ ഒരു ഡ്രൈവർ പിന്നെ റിലേ ഡ്രൈവർ നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. റിലേ ഡ്രൈവർ നോക്കിക്കഴിഞ്ഞാൽ ഐസിയാനിന്റെ എളുപ്പത്തിനായിട്ട് ചെയ്തെന്നുള്ളൂ. അവിടെ ഒക്കെ ഉണ്ട്, ഒരുപാട് ടൈപ്പ് അവൈലബിളാ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ എളുപ്പപ്പണി ചെയ്തതാ. അതിനകത്ത് 6 റിലേ എങ്ങാനും കൊടുക്കാം. ആ ലെവലിൽ പോയാൽ പിന്നെ കൂടുതൽ ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ എളുപ്പപ്പണി ചെയ്താ. ഇത് ULN 2803 അല്ല കൊടുത്ത്, ULN കൊടുത്തു. പിന്നെന്താ പെരുത്തോണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ. വേറെ എന്തുണ്ടായിരുന്നോ? ലാമ്പ് വേണ്ടേ? ലാമ്പ് വേണം. ലാമ്പ് എടുക്കുക, ലാമ്പ് ആക്റ്റീവ്. പിന്നെ ഒരു വോൾട്ടേജ് സൈൻ വേവിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് വി സൈൻ അടിക്കുക, ഒരു AC പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കമ്പോണൻസ് ഉണ്ടാവും അതിനകത്ത്. അറ്റ്മക പ്ലേസ് ചെയ്തു. കീ കൊടുക്കുക, കീ ബട്ടൺ. ഞാനിപ്പോൾ അലൈൻമെന്റ് ഒന്നും ചെയ്യുന്നില്ല. റെസിസ്റ്റർ, പിന്നെ ഗ്രൗണ്ട് VC അല്ലേ, ഗ്രൗണ്ട്, പവർ, ഇതൊക്കെ കറക്റ്റ് അലൈൻ ചെയ്തൊക്കെ ചെയ്യാട്ടോ. ഒന്നും ചെയ്യാതെ ചെയ്യാം. PB0 കണക്ട് ചെയ്യാം. ഓക്കെ. ഇനി ഇതിന്റെ പുറത്ത് PC0 കമ്പോണൻസ് മുകളിൽ ഇതിനകത്ത് IC വെച്ച് കൊടുക്കുക. IC പിന്നെ റിലേ വേണ്ടേ? റിലേ അടുപ്പിച്ചു. റിലേ ലാമ്പ് വേണം. ലാമ്പ് വെക്കണില്ല, ലാമ്പ് വെക്കുക. വോൾട്ടേജ് സോഴ്സ് വെക്കുക. ഇത് PC0 അല്ലേ? PC0 കോമൺ പോയിന്റ് കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഈ 1B 1C കണക്ട് ചെയ്യുക. പിന്നെ റിലേന്റെ ബൾബിലുള്ള കണക്ഷൻ കൊടുക്കുക. ഈ വോൾട്ടേജ് ഇതിനകത്താ ഈ റിലേക്ക് ഒരു പവർ സപ്ലൈ കൊടുക്കണ്ടേ? റിലേക്ക്. അപ്പൊ ആ പവർ സപ്ലൈ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാല് ഇവിടെ എന്റെ പേരെന്താ നോട്ടിന്റെ ഈ സിഗ്നൽ എസ് കണ്ട ജനറേറ്റർ മോഡിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് DC പവർ സപ്ലൈ കിട്ടും. ജനറേറ്റർ മോഡിൽ വന്നു കഴിഞ്ഞാൽ DC പവർ സപ്ലൈ കിട്ടും. അപ്പോൾ DC എടുത്തിട്ട് ഇത് 12 വോൾട്ടിന്റെ റിലേ വെച്ചുകൊണ്ട് ഒരു 12 വോൾട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. 12 വോൾട്ട് റിലേ പവർ സപ്ലൈ കൊടുക്കുക. ഇനി ഇതിനകത്ത് ഈ വോൾട്ടേജ് ഇതിനകത്ത് ആ ഫ്രീക്വൻസിക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് ഒരു 12 വോൾട്ട് കൊടുക്കുക. ഫ്രീക്വൻസി ഡിഫോൾട്ട് എത്രയെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല, ഒരു 5 എന്തെങ്കിലും തൽക്കാലം കൊടുക്കുക. ഈ ഹൈഡ് ആൾ നിങ്ങൾ ഡിസ്പ്ലേ ആയി കഴിഞ്ഞാൽ വാല്യൂ അവിടെ കാണാം, അത്രേ ഉള്ളൂ. ഇതൊരു ഡിസ്പ്ലേ ഷോ ആൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇനി എന്താ വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോ? റിലേക്ക് പവർ സപ്ലൈ കൊടുക്കണ്ടേ? ഇല്ല ULN എടുക്കുന്നില്ല അത്.
ഞാൻ നോക്കി, ഞാൻ ഇല്ല വെച്ചിട്ടില്ല നോക്കി, ഞാൻ ജസ്റ്റ് ആണ് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒഴിവാക്കി. ഇനി വേറെ ഒന്നുമില്ലല്ലോ മനുഷ്യന്. പ്രോഗ്രാം ലോഡ് ചെയ്ത് നോക്കണ്ടേ? പ്രോഗ്രാം ചെയ്ത് കൊടുത്ത് നമ്മൾ റിലേറ്റീവ് അല്ലേ, പ്രോഗ്രാം ലോഡ് ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിൽ ES ലാബില് റിലേ ടൂല് ഡീബഗില് എക്സ്ഫാല്. ഓക്കെ. വേറെ എന്താ സെറ്റിങ്സ് ബാക്കിയുണ്ടോ? ഈ സൈൻ വോൾട്ട് 12 ഫ്രീക്വൻസി നോക്കാം. വർക്ക് ചെയ്യില്ല നമുക്ക് നോക്കാം. ചെറുതാക്കാം, എന്നാലേ കീ കൈ കിട്ടുള്ളൂ. വന്നിട്ടുണ്ട്. കൊണ്ട് ആ റിലേ അടിച്ചില്ല, കണ്ടോ? റിലേ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പൊ കീക്ക് യാതൊരു കീൻ്റെ അത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആ പവർ സപ്ലൈ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. അത് കോമൺ ആയതുകൊണ്ടാ ഗ്രൗണ്ട്. പക്ഷെ ഇവര് അതിനകത്ത് ഞാൻ പിന്നെ ഈ പവർ സപ്ലൈ വെച്ചിട്ട് അതിനകത്തൊക്കെ ചെയ്യുന്നവര് ഇവര് വേറെ ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ ഹെൽപ്പ് നോക്കിയപ്പോൾ ഈ പവർ സപ്ലൈ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനൊരു റിലേ പിടിക്കുന്നില്ല. ഒരു മിനിറ്റ് ഒന്ന് റൺ ചെയ്യട്ടെ. ഉണ്ടോ? ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും എളുപ്പപ്പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഞാൻ അതിനകത്ത് ആ സൈറ്റിനകത്ത് പോയിട്ട് ഇങ്ങനെ ഹെൽപ്പ് നോക്കിയപ്പോൾ അവർ ഈ പവർ സപ്ലൈ കൊടുത്തിട്ടാണ് ഈ പ്രോഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസിനകത്ത് അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, റിലേ സർക്യൂട്ട് ഈ ഒരു പവർ സപ്ലൈ ഉണ്ടല്ലോ, ഈ 12 വോൾട്ട് എന്നുള്ളേ റിലേനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളേ ആ ഒരു പവർ സപ്ലൈ ഇവിടെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്, പവർ സപ്ലൈ വരുന്നുണ്ട്. ആ ഒരു പവർ സപ്ലൈന്റെ ഇതുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഈ കോമൺ എന്ന് പറഞ്ഞത് ആനോഡാണ് അല്ലേ? പോസിറ്റീവ് വോൾട്ടേജ് അല്ലേ? കോമൺ പോസിറ്റീവ്. ആ പോസിറ്റീവ് വോൾട്ടാണ് ഈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു ഫിഗർ റഫർ കോഡിൽ വരക്കണം. ഈ കമ്പോണൻസ് ഒക്കെ കാണിക്കണം. പിന്നെ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നുള്ള ഈ ഡീറ്റെയിൽസുകളൊക്കെ അതിനകത്ത് കാണിക്കണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ആ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇതാണ് റിലേൻ്റെത്. പ്രോഗ്രാം സിമ്പിൾ ആണ്. പ്രോഗ്രാം ഒന്നുമില്ല, നമ്മൾ ആ LED ചെയ്ത അത്രേ ഉള്ളൂ. LED വരുന്നത് ഈഫിന്റെ ഉള്ളിൽ ആൻഡ് അത് അതെ, അത് ഓറച്ച് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പൊ അതിനകത്തോട്ട് കടക്കുന്നേ ഇല്ല. ഞാൻ ഇന്നലെ അത് കറക്റ്റ് നോക്കി. അത് പറഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ വരും ഒരുപാട് പേർക്ക്. ഇത് ചെയ്യാം, അത് ഓറച്ച് ചെയ്യാം. ഓറ് വെച്ച് ചെയ്തിട്ട് ഈഫ് അങ്ങോട്ടുണ്ടൊക്കെ ചെയ്യാം. ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് എല്ലാം നോക്കി. എന്താണ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റ് അറിയാം. വേണമെങ്കിൽ ഞാൻ അന്ന് അവിടുന്ന് ജസ്റ്റ് ആണോ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ വരും. അങ്ങനെ ഓർമ്മ ഇനി ഓരോരുത്തർ അവരുടെ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യാം. അതാ കുറച്ച് നല്ലത്. ശരി, ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്, ഒരു സ്റ്റെപ്പർ മോട്ടർ കൂടി. അപ്പൊ ഇതും ഓക്കെ. അപ്പൊ ഇതും ഇതേമാതിരി റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി സ്റ്റെപ്പർ മോട്ടറിൽ ചെറിയ മോട്ടർ ഇതിന് എടുത്തിട്ട് തന്നെ പറയാം, അതാണ് ഇപ്പൊ എളുപ്പം. സ്റ്റെപ്പർ മോട്ടർ ഒരുപാട് വെറൈറ്റി ഡിഫറെന്റ് ടൈപ്സ് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ ബേസിക്സ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിന്റെ പ്രോട്യൂസ് കൊടുക്കുക. സ്റ്റെപ്പർ ഗ്രൗണ്ട് ഒന്നും വേണ്ട. ഇതിന് ഡ്രൈവർ സർക്യൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രൈവർ സർക്യൂട്ട് ഇല്ലാണ്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ തൽക്കല്ലാണ്ട് വെച്ചെന്നുള്ളൂ.
ULN 2003 അങ്ങനത്തെ ഒരു ഡ്രൈവർ സർക്യൂട്ട് ഉണ്ട് ഇതിനകത്ത്. തൽക്കാലം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്തൊട്ടൊന്നും പോയിട്ടില്ല. ഒരു സിമ്പിൾ ആയിട്ട് രൂപത്തിൽ വെച്ചെന്നുള്ളൂ. ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാല് ഒരു ഇത് കറങ്ങുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചെറിയ ഇങ്ങനെ പിന്നെ ഡിലേക്ക് അനുസരിച്ചൊക്കെ അതിന്റെ മാറ്റം വരും. ഈ ഇതിനകത്ത് 4 ഇതുള്ളത്. ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് 4 കണക്ഷനാണ്. ഡ്രൈവർ ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല തൽക്കാലം. ഡ്രൈവറും വെക്കാം. ഇതിനകത്ത് 4 3 അങ്ങനെ ഒരുപാട് കണക്ഷൻ പല ടൈപ്പ് ഉണ്ട്. കോമൺ ഇതിനകത്ത് നിന്ന് ഇത് ഏതാണെന്ന് മനസ്സിലാകുന്നത് ഒരു കോമൺ പോയിന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഒരേ സമയത്ത് 2 കോയിലിൽ വോൾട്ടേജ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പ് അതുണ്ട്, സിംഗിൾ വോൾട്ടേജ് കൊടുത്തിട്ടുള്ള സെറ്റപ്പ് അതുണ്ട്. അപ്പൊ 2 വോൾട്ടേജ് കൊടുത്തിട്ട് ലാബിൽ 805 ചെയ്യുന്നത്. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ കൊടുത്തിട്ടും ശരിയാവുന്നില്ല. അപ്പൊ തൽക്കാലം ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സിംഗിൾ വോൾട്ട് കൊടുത്തിട്ടുള്ള ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പല ടൈപ്സ് നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് എനിക്ക് വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ അതിനകത്ത് വീഡിയോ അങ്ങനെ ആയിട്ട് കറക്റ്റ് വേറെ ഒന്നുകൂടി കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ പ്രോഗ്രാമും ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് വേറെ ഒന്ന് ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇത് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പോർട്ട് സിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. C1 C4. അപ്പൊ ആ 4 പോർട്ട് ഔട്ട്പുട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്യണം. 4 പോർട്ട്. പിന്നെ ഡിലേ വേണ്ട ഡിലേ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ 4 പോർട്ടൊന്നും ആക്കിയിട്ടില്ല, മൊത്തം എല്ലാം അങ്ങോട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. DDR-D വേറെ എന്താ പർപ്പസിന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താവും. ചെക്ക് ചെയ്യാനല്ല, 2 പ്രോഗ്രാം ഇതിനകത്ത് എഴുതിയതുകൊണ്ടാണ്. C മതി തൽക്കാലം. C അല്ലേ യൂസ് ചെയ്ത്, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാം. വേണ്ടാത്ത കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആകെ പ്രോഗ്രാം ഇത്ര ഉള്ളേ. ഡിലേ വിളിക്കണം. കാരണം ഓരോ സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റെപ്പർ മോട്ടറിൽ ഒരു ഡിലേ കൊടുത്തിട്ടാണ് അടുത്തത് ഇത് കൊടുക്കാൻ. അല്ലാതെ നിങ്ങൾ സ്റ്റക്കായി പോകും. ആ പോർട്ട് C 4 പിന്ന് മതി. ഞാൻ 8 എണ്ണം ഔട്ട്പുട്ട് ആക്കിയിട്ടുണ്ട്. അത് സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ആക്കി സ്റ്റെപ്പർ മോട്ടറിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഔട്ട്പുട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ വൈലൂപ്പിലിട്ട് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോർട്ട് സിയിൽ ഞാൻ 08 എന്ന് കൊടുത്തു. 08 എന്ന് പറഞ്ഞാൽ 000 ആ PC0 PC1 PC2 PC3 1 ആവും. അപ്പൊ മനസ്സിലായോ? അതായത് 0 എന്ന് പറഞ്ഞാല് 0000 അല്ല 8 അല്ലേ? സോറി 0000100 അതല്ല 8. ഇതിനകത്ത് ഈ ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് PC0നെയാണ്. PC0നെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് PC1നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് PC2നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് PC3നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ടൊരു ഡിലേ കൊടുത്തു. ഇനി അടുത്ത സമയത്ത് 2 വരുമ്പോൾ ആ കറസ്പോണ്ടിങ് സീക്വൻസിൽ വരും. അപ്പൊ ഇങ്ങനെ ഓരോ സീക്വൻസിലും ഓരോ കോയില് ഹൈ കൊടുത്തിട്ട് ആ ഒരു സീക്വൻസ് കീപ്പ് ചെയ്തിട്ട് ഈ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ. പ്രോഗ്രാം വളരെ സിമ്പിൾ ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ സീക്വൻസ് നിങ്ങൾ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. സീക്വൻസ് എന്നുള്ള റിമാർക്ക്, സീക്വൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ഏത് പോർട്ടാച്ച ശ്രദ്ധിച്ച് കൊടുക്കുക, അത്ര ഉള്ളൂ. ഇനി ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് PC0 ഈ വന്നത്. PC0 ഇത് PC0 PC1 PC2 PC3 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4. ഇതാ ഡ്രൈവറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൈവറൊക്കെ വെച്ച് നല്ല റെഡിയാക്കി കൊടുക്കത്. അപ്പോൾ ഓൾറെഡി പ്രോഗ്രാം ഞാൻ ലോഡ് ചെയ്ത് വെച്ചതാണ്.
റൺ ചെയ്യുക. ഇതിന് തിരിച്ച് കറക്കാന്നുണ്ടെങ്കിൽ സീക്വൻസ് മാറ്റി കൊടുക്കുക. എത്ര സ്റ്റെപ്പ് കറക്കാന്നുണ്ടെങ്കിൽ അത്രയും വൈൽ ലൂപ്പിന്റെ ഒക്കെ മറ്റേ കൗണ്ട് കീപ്പ് ചെയ്യുക. അത് വെച്ച് ചെയ്യാം. ഇനി ഒരു അറ്റ് എ ടൈമിൽ 2 കോയിൽ വെച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതായിരുന്നു ഞാൻ ബുക്കിനകത്തൊന്നിനകത്തേക്കുള്ള അത് വർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ലോഡ് ചെയ്യുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇത് എന്തായാലും ചെയ്യാം. മറ്റേ കിട്ടിക്കഴിഞ്ഞാൽ അതും അതിന്റെ കൂടെ അപ്പൊ ചെയ്യാം. ഒരു സീക്വൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ കറങ്ങും, അത്ര ഉള്ളൂ. അതിനകത്ത് വേറെ അതിനകത്ത് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇത്രയാണ് അതിനകത്തുള്ളത്. ഇത്രയും കാര്യം ചെയ്യാം. പിന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് LCD ഇപ്പൊ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് ടൈം എടുക്കും. LCD കുറച്ച് കൂടുതൽ ചെയ്യാണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പൊ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ റഫ് റെക്കോർഡ് പറഞ്ഞ രൂപത്തിൽ എഴുതിയിട്ട് വരിക. പിന്നെ ഫെയർ റെക്കോർഡ് എഴുതേണ്ടത്. ഫെയർ റെക്കോർഡിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് അതിനകത്ത് ആക്കാനുള്ളത്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിങ്ങൾ ബോക്സ് വരച്ചിട്ട് ഇൻപുട്ടിന്ന് ഒരു ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഒരു ചെറിയൊരു ടേബിൾ വരയ്ക്കുക. കൂടുതലൊന്നും വേണ്ട, ഇത്ര വലുതും വേണ്ടല്ലോ. മെമ്മറി അഡ്രസ് വാല്യൂ അത് ഉള്ളെടുത്ത് പിന്നത്ത് മെമ്മറി 2 മെമ്മറി അഡ്രസ് ഇട്ടിട്ടുള്ള 2 സംഖ്യ ആഡ് ചെയ്യാണ്ടല്ലോ, അത് മതി. മെമ്മറി അഡ്രസ് വാല്യൂ. അപ്പൊ അഡ്രസ് എത്ര വെച്ചാൽ 3606300 എന്നൊക്കെ ഉണ്ടാവില്ല. 300 അതിന്റെ വാല്യൂ 2324 എന്ന് ഉണ്ടാവും. 0x301 പിന്നെ അതിന്റെ വാല്യൂ. ഇതേമാതിരത്തെ ഔട്ട്പുട്ടിന് വേറെ ടേബിൾ വരയ്ക്കുക. ഔട്ട്പുട്ട് ഒരു ലൊക്കേഷൻ ആണോ, ലൊക്കേഷൻ മതി. ഔട്ട്പുട്ട് ഹെഡിങ് കൊടുക്കുക. അതേമാതിരി ആ റിസൾട്ട് 500 ആണെങ്കിൽ 500 മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 2 റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഏതൊക്കെ പ്രോഗ്രാം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഇതുണ്ടാവില്ല, അഡീഷന്റെ ആ ഒരു പ്രോഗ്രാമിൽ ഇതുണ്ടാവില്ല. അഡീഷൻ വേണം, മൾട്ടിപ്ലിക്കേഷൻ വേണം, പിന്നെ LED ഏതൊക്കെ എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ രൂപത്തിലാണ് അതിന്റെ റിസൾട്ട് വരിക. പ്രോഗ്രാംസിന്റെ അതിന്റെ റിമാർക്സ് സെമിക്കോൾട്ട് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ പ്രൊസീജിയർ ഒന്ന് ഷോർട്ടാക്കി എഴുതുക. ഓപ്പൺ ദ അഡ്മിൻ സ്റ്റുഡിയോ, റൈറ്റ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം, ഡീബഗ് ദ പ്രോഗ്രാം, അത്ര മതി. ആൻഡ് വെരിഫൈ ദ ഔട്ട്പുട്ട്. ഇതൊക്കെ നിങ്ങൾ ആ കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതിയാൽ മതി. അവിടെ പിന്നെ കമ്പോണൻസ് ഒന്നും എഴുതുക. പിന്നെ പ്രോട്ടീസ് വരുന്ന സമയത്ത് അതിന്റെ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ വരക്കണം. LED ആണെങ്കിൽ ഒരു LED മറ്റേ പിൻ ഔട്ടിന്റെ എല്ലാ പിന്നൊന്നും കാണിക്കണ്ട. ആ കണക്ട് ചെയ്യുന്ന PC0 ആണെങ്കിൽ PC0, PB0 ആണെങ്കിൽ മാത്രം കാണിക്കുക. അതിന്റെ ബോക്സിനകത്ത് ഐസിന്റെ നമ്പർ എഴുതുക, അത്ര മതി. മോഡിഫൈ ചെയ്ത കോഡ് എന്ന് പറഞ്ഞാല് വേണ്ട, അല്ല അതിനകത്ത് ആ ഇപ്പൊ മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അത് മാത്രം എഴുതിയാൽ മതി. അതിനകത്ത് അപ്ഡേറ്റ് മറ്റേ ബാക്കിയുള്ള ഇൻപുട്ട് ആവുന്ന എഴുതണ്ട. ആ മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് മാത്രം. ഇവിടെ ഉണ്ടോ ഞാനൊന്നൊരു എക്സ്പെരിമെന്റ് വേർഡ്, ഒരു മിനിറ്റ് ES ലാബ് എക്സ്പെരിമെന്റ്. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാം വേണ്ട. ഇത് ഫസ്റ്റ് ഇത്രയും സിമ്പിൾ ആയി ചെയ്താൽ ഇത് വേണം. ഈ മെമ്മറി അഡ്രസ് വെച്ചിട്ടുള്ള ഈ കോഡ് മാത്രം എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ മതി കോഡ്. ഇത് വേണ്ട, ഈ മോഡിഫൈ വേണ്ട. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വേണം. പിന്നെ ഓൺ LED, സിംഗിൾ LED ഒന്നും വേണ്ട. ഞാൻ പറയാം, ഞാൻ നോക്കിയിട്ട് ഇപ്പം ചിലപ്പം പറഞ്ഞാലും ഞാൻ തെറ്റിപ്പോയാൽ വേണ്ട. ഞാൻ ഏതൊക്കെ പ്രോഗ്രാമാന്നുള്ളത് അതിന്റെ ക്വസ്റ്റ്യൻ ഇട്ടുതരാം. LED വരുന്ന സമയത്ത് അതിന്റെ പ്രോട്ടീൻസിന്റെ ഭാഗം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഇത് ഞാൻ മോഡിഫൈ ഈ പ്രോഗ്രാം ഈ ഫയൽ എൻ്റെ അടുത്തുണ്ടല്ലോ. ഞാൻ ഇത് ജസ്റ്റ് ഒന്നുകൂടി
ഫെയർ അക്കൗണ്ടിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ട് ഒന്നുകൂടി അങ്ങ് ഇത് ചെയ്യാം, സെൻഡ് ചെയ്യാം, മറ്റേ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല. എനിക്ക് ചെയ്യാൻ വലിയ പണിയില്ല, ജസ്റ്റ് അതിനകത്ത് കോപ്പി പേസ്റ്റ് കട്ട് കോപ്പി ചെയ്തിട്ട് അയച്ചുതരാം. ഈ പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഒരു വേർഡ് ഫയലായിട്ട് അതും അപ്ലോഡ് ചെയ്യാം. ഫിഗർ ഞാൻ ഇതേമാതിരി പിക്ചർ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഈ ഫിഗർ റെഫർ കോഡിൽ വരച്ചിട്ട് വരിക. നിങ്ങൾ ഫിഗർ ഞാൻ ഇതേമാതിരി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് തരാം. ഇട്ടിട്ടുള്ള വേർഡ് ഫയൽ അടുത്ത സൈക്കിൾ 2 എന്നുള്ളത് കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് വൈസ് മോഡിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ അതിനെ ക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എത്തുന്ന. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ